ഖത്തറിൽ എൻട്രി വിസകൾക്ക് നൽകിയിരുന്ന ഇളവുകൾ പിൻവലിച്ചു. തീരുമാനം ജൂൺ 7 മുതൽ പ്രാബല്യത്തിൽ വരും. വിസ കാലാവധി നീട്ടി നൽകുന്ന നടപടി മന്ത്രാലയം മാർച്ച് 3 മുതലാണ് ആരംഭിച്ചത്. ഖത്തറിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കടുത്ത നിയന്ത്രണം. എൻട്രി വിസകൾക്ക് നൽകിയിരുന്ന ഇളവുകൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് മന്ത്രാലയം. കാലാവധി കഴിഞ്ഞ വിസകൾക്ക് താൽക്കാലികമായി കാലാവധി നീട്ടി നൽകിയായിരുന്നു നടപടിയുണ്ടായിരുന്നത്. എന്നാൽ അതിപ്പോൾ നിർത്തലാക്കി. ജൂൺ 7 മുതൽ തീരുമാനം പ്രാബല്യത്തിൽ വരുമെന്നാണ് റിപ്പോർട്ടുകൾ. രാജ്യത്ത് കാലാവധി കഴിഞ്ഞതോ അവസാനിക്കാറായതോ ആയ എല്ലാത്തരം എൻട്രി വിസകൾക്കും നൽകിയിരുന്ന ഇളവുകൾ നിർത്തുന്നതായാണ് റിപ്പോർട്ട്. എല്ലാ എൻട്രി വിസകളും നിർദ്ദിഷ്ട ചട്ടങ്ങൾക്ക് കീഴിൽ വരുമെന്നും മുന്നറിയിപ്പുണ്ട്. ഓരോ വിസ വിഭാഗത്തിനും നിർദ്ദിഷ്ട സാധുത കാലയളവുകളും ബാധകമായ ഫീസും ഇനി നൽകേണ്ടി വരും. നിയമലംഘനങ്ങൾ ഒഴിവാക്കാനും കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിക്കാനും അധികൃതർ മുൻകൂട്ടി നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അതായത് താമസക്കാർ, സന്ദർശകർ എല്ലാവരും നിശ്ചിത സമയപരിധിക്കുള്ളിൽ തന്നെ വിസ പുതുക്കണം. ആവശ്യമായ ഫീസും അടയ്ക്കണം. വിസ കാലാവധി അവസാനിക്കുന്നതിനു മുമ്പ് രാജ്യം വിടണമെന്നും പ്രത്യേകമായി തന്നെ ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഖത്തർ ആഭ്യന്തര മന്ത്രാലയം എൻട്രി വിസകൾക്ക് താൽക്കാലികമായി കാലാവധി നീട്ടി നൽകിയത്. മാർച്ച് 3 മുതലാണ് വിസ കാലാവധി നീട്ടി നൽകിയത്. എന്നാൽ ഈ ആനുകൂല്യമാണ് നിർത്തലാക്കുന്നത്. ഇതോടെ ജൂൺ 7 മുതൽ രാജ്യത്തെ എല്ലാ സന്ദർശക വിസകൾക്കും അതിനു മുമ്പത്തെ നിയമങ്ങൾ ബാധകമായിരിക്കും. നിയമപരമായ ലംഘനങ്ങളും പിഴവുകളും ഒഴിവാക്കാൻ നിർദ്ദേശം പാലിക്കണമെന്നാണ് മന്ത്രാലയം പറയുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.